തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ എറണാകുളം കമ്മട്ടിപ്പാടത്ത് മധ്യവയസ്കയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയുമായി തെളിവെടുപ്പ്. കമ്മട്ടിപ്പാടത്തെ റെയിൽവേ ട്രാക്കിന് സമീപത്തെ ചതുപ്പിലെത്തിച്ചാണ് തെളിവെടുപ്പ്. ഉച്ചയ്ക്ക് ശേഷം ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ നവമി ദിനേശ് പങ്കുവയ്ക്കും. നവമി, ആലുവയിലെ കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിന് ശേഷം നമ്മളേറെ ഞെട്ടലോടുകൂടി കേട്ട മറ്റൊരു വാർത്തയാണ് ഇന്നലെ സംഭവിച്ചത്. മധ്യവയസ്കയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വാർത്ത, അതും റെയിൽവേ ട്രാക്കിന് സമീപത്തെ ചതുപ്പിൽ വെച്ചുള്ള ഒരു ക്രൂരപീഡനത്തിന്റെ വാർത്ത നമ്മൾ ഇന്നലെ കേട്ടു. ഇന്ന് ആ പ്രതിയെ വളരെ പെട്ടെന്ന് തന്നെ കേരള പോലീസ് ആ പ്രതിയെ പിടികൂടി. പ്രതിയുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിൽ സംഭവിക്കുന്നത്, അവിടുത്തെ സാഹചര്യം? ഭവ്യ, ഇന്നലെ വൈകുന്നേരമാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടുന്നത്. അതായത് ബുധനാഴ്ചയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ക്ലോക്ക് റൂമിൽ ഒരു ജീവനക്കാരിയാണ് ഈ മധ്യവയസ്ക. അവർ കുറച്ചധികം നാളായി ജോലി തേടിയായിരുന്നു എറണാകുളത്ത് വന്നിരുന്നത്. ആലപ്പുഴ സ്വദേശിയാണ്. ഇവർ ഈ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇവർക്ക് ഈ എറണാകുളത്തിലെ പല സ്ഥലങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവരുടെ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഈ അസം സ്വദേശി ഫിർദോസ് ഓട്ടോയിലായി അവിടെ നിൽക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ഇവരെ പരിചയപ്പെട്ട് ഇവർക്ക് ആലുവയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് ആക്കാം എന്ന് പറഞ്ഞാണ് ഇവരെ ഓട്ടോയിലേക്ക് കൂട്ടിയത്. ഈ ഓട്ടോയിൽ വെച്ച് ഇവർ സംസാരിച്ചു. അപ്പോൾ തന്റെ വീട്ടിലെ പ്രാരാബ്ദവും തന്റെ ജോലി പ്രശ്നങ്ങളും ഒക്കെ ഈ ഫിർദോസിനോട് പങ്കുവെക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഫിർദോസ് ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എനിക്ക് മുന്നിൽ കാണുന്ന, അതായത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു ഓട്ടോയിൽ. അതിനുശേഷം ഇവിടെ ആക്കിയതിനു ശേഷം ഈ റെയിൽവേ ക്രോസ് താണ്ടി, അതായത് താണ്ടി ഇവിടെ അടുത്താണ് മെട്രോ സ്റ്റേഷൻ എന്ന വ്യാജേനയാണ് അവരെ കൊണ്ടുപോയത്. അതിനുശേഷം കുറച്ചധികം ഏകദേശം ഒരു 200 മീറ്ററോളം ട്രാക്കുകൾ നടന്നു നീങ്ങി. ഒരു വൈകുന്നേര സമയത്താണ്, ഒരു 6 മണി സമയത്തായതിനാൽ ഈ പ്രദേശത്തൊന്നും ആ സമയത്ത് ആളുണ്ടായിരുന്നില്ല. അതിനുശേഷം അവിടെ എത്തിയതിനു ശേഷമാണ് ഈ സ്ത്രീയെ, ഈ മധ്യവയസ്കയെ ട്രാക്കിൽ നിന്നും ഒരു ചതുപ്പ് നിരത്തേക്ക് തള്ളിയിടുകയും അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു, ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ഇവർ തടയാൻ ശ്രമിച്ചുവെങ്കിലും ഈ പ്രതി കൂട്ടാക്കിയില്ല. ഇവരെ വളരെ വലിയൊരു മർദ്ദനമേൽപ്പിക്കുകയും പിന്നീട് പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം ഇവരെ ട്രാക്കിൽ നിന്ന് ആ ചതുപ്പിലേക്ക് തള്ളിയിട്ട ശേഷം പ്രതി രക്ഷപ്പെടുകയായിരുന്നു. അവിടെ ഈ വഴി പോയിരുന്ന 2 യുവാക്കൾ ഒരു ശബ്ദം കേട്ട്, ഇതൊരു യുവതിയുടെ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാൻ ഭവ്യ ഇപ്പോൾ പ്രതിയുമായി തെളിവെടുത്ത്, അതായത് ഈ ചതുപ്പ് സ്ഥലം എങ്ങനെയാണ്, ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയിൽ ഏത് വഴിയാണ് ഈ ഭാഗത്തേക്ക് വന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ പ്രതി പോലീസിന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. കടവന്ത്ര പോലീസിന്റെ നേതൃത്വത്തിലാണ്, അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടത്തുന്നത്. അസം സ്വദേശിയാണ് ഫിർദോസ് അലി. അങ്ങനെ അത്തരത്തിൽ ഈ അടുത്തുണ്ടായിരുന്നവർ, അതായത് ഈ ട്രാക്കിൽ കൂടെ പോകുന്ന 2 യുവാക്കളാണ് ഈ യുവതി അവശനിലയിലായി കണ്ടത്. ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആദ്യം ജനറൽ ആശുപത്രിയിലേക്കും പിന്നീട് അവിടുന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുമാണ് കൊണ്ടുപോയത്. എന്തായാലും ഉടൻ തന്നെ ഇവർക്ക് വേണ്ട ചികിത്സയെല്ലാം നൽകുകയും. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എന്താണ് പറഞ്ഞത്? ഈ പ്രതി മദ്യലഹരിയിലായിരുന്നു ഈ സമയത്ത്. അതോടൊപ്പം തന്നെ ചോദിക്കട്ടെ, വീണ്ടും ആലുവ കേസിന് ശേഷം വീണ്ടും ഒരു അന്യസംസ്ഥാന തൊഴിലാളി പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ഒരു കേസ് കൂടിയാണിത്. അത് തീർച്ചയായും ഭവ്യ. അതായത് ഈ പ്രതി, ഈ അസം സ്വദേശിയായ പ്രതി ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ്. അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനിടയിലാണ് അയാൾ ഇത്തരത്തിലൊരു ക്രൂര കൃത്യം കൂടി ചെയ്തിരിക്കുന്നത്. കേരളത്തിലെത്തിയിട്ട് കുറച്ചധികം നാളുകളായി ചില ചെറിയ ജോലികളൊക്കെ ചെയ്തു തന്നെയാണ് അയാൾ ഇവിടെ നിലനിന്ന് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം, ഈ നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഒരു ഓട്ടോയൊക്കെ ഇയാൾ ഓടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഏരിയയുമായി ബന്ധപ്പെട്ട് നല്ല പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ ഫിർദോസ്. അത്തരത്തിൽ ഫിർദോസിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ പോലീസ് പറയുന്നത് ഈ ഒരു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ കേസ് നിലനിൽക്കുന്ന വ്യക്തിയാണ്, ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ബലാത്സംഗ കേസിൽ കൂടി പ്രതിയാകുന്നത്. എന്തായാലും ഈ മധ്യവയസ്കയായ ഇവരുമായി ഈ ഫിർദോസിന് മുൻപരിചയം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആദ്യമായി തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച്
വെച്ച് ഇവരെ കാണുന്നതും ഇവർക്ക് വേണ്ട സഹായം ചെയ്യാം, മെട്രോ സ്റ്റേഷനിലേക്ക് ഇറക്കി വിടാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇവരെ ഓട്ടോയിൽ കയറ്റി ഇത്തരത്തിലൊരു പ്രദേശത്തേക്ക് കൊണ്ടുവന്നത്. ഇവർക്ക് ഈ മധ്യവയസ്കയ്ക്ക് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് വലിയ ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഈ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന ഈ വഴി പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരത് വിശ്വസിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ ഓട്ടോയിലേക്ക് വരുന്ന വഴി അവർ തന്റെ പ്രാരാബ്ദങ്ങളും ഒപ്പം തന്നെ ചില ജീവിത പ്രശ്നങ്ങളൊക്കെ അയാളുമായി പങ്കുവെക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെയാണ് അയാൾ മുതലെടുത്ത് ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം ഈ മധ്യവയസ്കയോട് കാണിച്ചത്. എന്തായാലും പോലീസ് ആ സമയത്തുള്ള CCTV ദൃശ്യങ്ങൾ, അതായത് ഈ മധ്യവയസ്കയുടെ തെളിവെടുപ്പ്, ചോദ്യം ചെയ്യൽ, മൊഴിയെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമൊക്കെ പോലീസ് നടത്തിയിരുന്നു. അതിൽ നിന്നാണ് ഈ ഫിർദോസിലേക്ക് അന്വേഷണം എത്തുന്നതും പിന്നീട് ഫിർദോസിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നീടാണ് ഇന്നലെ വൈകുന്നേരമാണ് ഈ എറണാകുളം ഭാഗത്തു നിന്ന് തന്നെ സ്വിച്ച് ഓൺ ആയത്. അപ്പോൾ തന്നെ പോലീസ് ഇയാളെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ പിടികൂടുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിലൊരു മധ്യവയസ്കയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു പ്രതിയാണ് ഫിർദോസ്. മദ്യലഹരി, അതായത് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും അതോടൊപ്പം സാക്ഷിമൊഴികളുടെ ഒരു പശ്ചാത്തലമുണ്ടോ ഈ ഒരു കേസിന്? സാക്ഷിമൊഴികൾ ഇല്ല ഭവ്യ. കാരണം ആ സമയത്ത് ഏകദേശം ഒരു 6 മണി സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പ്രദേശത്തൊന്നും ആളുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഏരിയ, ഈ ലഹരി, ഇവിടെ ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത് ഇതൊരു ലഹരി ഇടപാടൊക്കെ സുലഭമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലൊന്നും സ്ത്രീകളോ അല്ലെങ്കിൽ മറ്റുള്ളവരാരും ഇങ്ങോട്ടേക്ക് വരില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംഭവം ഈ യുവതിയുമായി ഈ ഒരു സമയത്ത് പ്രതി ഇങ്ങനെ പോകുന്നത് കണ്ടിരുന്നെങ്കിൽ ഇവർ തടയുമായിരുന്നു എന്ന് സമീപ പ്രദേശത്തുള്ളവരൊക്കെ നമ്മളോട് ആവർത്തിക്കുകയും നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ അധികം ആരും ഇറങ്ങാത്ത ഒരു ഏരിയയാണ്, റെയിൽവേ ട്രാക്കിന്റെ കൂടി പ്രദേശമായതിനാൽ അധികം ആരും ഒന്നും പുറത്തേക്കൊന്നും ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ആ സമയത്ത് അതായത് പ്രതിക്ക് കൃത്യമായി ഈ സ്ഥലത്തെ പറ്റി ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റെയിൽവേ ട്രാക്ക് മുറിച്ച് ഈ ഒരു ചതുപ്പ് നിലത്തിലേക്ക് ഈ യുവതിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്തായാലും പ്രതിക്ക് മുൻപും ഒരു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതിയാണ്, ജാമ്യത്തിൽ ഇറങ്ങിയ ഒരാളാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ബലാത്സംഗ കേസിൽ കൂടി പ്രതിയാകുന്നത്. എന്തായാലും യുവതിയുടെ നില തൃപ്തികരമാണ്. അവർക്ക് ഒരു അപകട നിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് കൃത്യമായിട്ടുള്ളൊരു തെളിവെടുപ്പ് തന്നെയാണ് നടത്തുന്നത്. ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക്, അതായത് ഈ ട്രാക്കിലേക്ക് വന്ന് ഇതിന്റെ ഈ കമ്മട്ടിപ്പാടം എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ പറയുന്നത്. അപ്പോൾ കമ്മട്ടിപ്പാടം ഏരിയയിലേക്ക് വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അതായത് ഈ ബലാത്സംഗം കഴിഞ്ഞതിന് ശേഷം ഈ യുവതിയെ അപായപ്പെടുത്തിയതിനു ശേഷം അവരെ ആ ചതുപ്പിലേക്ക് തള്ളിയിട്ട ശേഷം പ്രതി ഈ വഴിയാണ് വന്നത്. ഇതിനടുത്തുള്ളൊരു കടയിലേക്ക് പോവുകയും അതിനുശേഷം തിരിച്ച് ഈ വഴിയാണ് രക്ഷപ്പെടുകയും ചെയ്തത്. ഇതെല്ലാം കൃത്യമായി തന്നെ പ്രതി പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്നപ്പോഴാ ചേച്ചി കാടിന്റെ നടുക്ക് ഇങ്ങനെ ഇരിക്കണം. ചേച്ചി വയ്യാണ്ട് രക്ഷിക്കണം പറഞ്ഞിരുന്ന ശേഷം ഞങ്ങൾ ചെന്ന് വേഗം കൊടുത്ത് ആ ചേച്ചീനെ അവിടെ നിന്ന് എടുത്ത് സ്ലാബിന്റെ മുകളിൽ വെച്ചു. അപ്പോഴാണ് ആൾക്കാരൊക്കെ വന്ന് പോലീസിനെ വിളിക്കാൻ. അവിടുത്തെ നാട്ടുകാരെ വിളിച്ച്, പിന്നെ അവിടുത്തെ പാർട്ടിക്കാരനെയൊക്കെ വിളിച്ച് സ്റ്റേഷനിൽ 10 മിനിറ്റിനുള്ളിൽ സാർമാരൊക്കെ എത്തി. ഞാൻ ചേച്ചി നേരെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോലീസുകാർ എടുക്കുന്നുണ്ടായില്ല, ആംബുലൻസ് വന്നു കഴിഞ്ഞിട്ടാണ് അവരും തൊട്ടത്. അവർ സ്ത്രീകളോട് എടുക്കാനാ പറഞ്ഞത്. അവിടെ ചുറ്റുകൂടി സ്ത്രീകളൊക്കെ ഉണ്ടായി, അവരോട് എടുക്കാനാ പറഞ്ഞേച്ചാ അവര്. ആ ചേച്ചി അത്ര നേരം അവിടെ കിടക്കണായിരുന്നു വയ്യാട്ട്. ശരി, എറണാകുളം കമ്മട്ടിപ്പാടത്ത് മധ്യവയസ്കയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയുമായി തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. കമ്മട്ടിപ്പാടത്തെ റെയിൽവേ ട്രാക്കിന് സമീപത്തെ ചതുപ്പിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇയാളെ പ്രതിയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാകുന്നത്.